ഹലോ ഗൈസ്, നമുക്കിന്ന് ഒരു അടിപൊളി മൈൻഡ് ഗെയിമും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എങ്കിലും നമുക്കൊന്നും കൂടെ കളിക്കാം. ഒരു മൈൻഡ് ഗെയിമും അതുപോലെ തന്നെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി കഥയും കൂടെ കേൾക്കാം. അപ്പോൾ മൈൻഡ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറും പെന്നും. അപ്പോൾ വേഗം വീഡിയോ പോസ് ചെയ്തിട്ട് പേപ്പറും പെന്നും വേഗം പോയി എടുത്തിട്ട് വായോ. ഓക്കെ, എടുത്തോ. ഇതിൽ ഒരു 90% ആൾക്കാരും മടിയന്മാരാണ്. എന്താ ഇനി പറയണത് കേൾക്കാമെന്ന് വിചാരിച്ചിട്ട് പേപ്പറും പെന്നും എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾക്കും കളിക്കാം. മടിയന്മാർക്ക് പൊതുവേ ബുദ്ധി കൂടുതലായിരിക്കും. അപ്പോൾ മനസ്സിൽ വെച്ചിട്ട് കളിച്ചാൽ മതി, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് കളിക്കാം. അപ്പോൾ ഗെയിം കളിക്കാനായിട്ട് ആവശ്യമുള്ളത് ഈ പേപ്പറും പെന്നുമാണ്. ആ പേപ്പറും പെന്നും എടുത്തിട്ട് അല്ലെങ്കിൽ മൈൻഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു 5 പേഴ്സൺസിനെ പറ്റിയിട്ട്, അതായത് നിങ്ങൾക്ക് ഒട്ടും ജീവിതത്തിൽ ഇവരില്ലാതെ പറ്റില്ല എന്ന് തോന്നുന്ന 5 പേരുടെ പേര് 1 2 3 4 5 എന്ന രീതിയിൽ അക്കങ്ങളിട്ടിട്ട് എഴുതി വെക്കുക. മനസ്സിലായോ? ഇത് എന്നോ ഫേസ്ബുക്കിൽ കണ്ട അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ട അങ്ങനെയുള്ളവരൊന്നും വെക്കരുത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തീരെ ഒഴിക്കാൻ പറ്റാത്ത, നിങ്ങളുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു 5 ആൾക്കാരുടെ പേര് നിങ്ങൾ ഇങ്ങനെ ഓർഡറിൽ എഴുതി വെക്കുക. എഴുതിയോ? അതിൽ ഞാനില്ലെങ്കിൽ ഇവർക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന, എന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്ന 2 വ്യക്തികളെ കട്ട് ചെയ്യുക. കുറച്ച് വിഷമമൊക്കെ ഉണ്ടാകും, എങ്കിലും ആ 2 വ്യക്തികൾ നിങ്ങൾ ഇല്ലെങ്കിലും സർവൈവ് ചെയ്യും. നിങ്ങൾക്ക് അവരില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന 2 വ്യക്തികളെ കട്ട് ചെയ്യുക. ബാക്കി വരുന്ന 3 വ്യക്തികളില്ലേ, അതിൽ നിന്ന് പെയിൻഫുൾ ആണെങ്കിലും ഒരു വ്യക്തിയെ കൂടെ കട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കട്ട് ചെയ്യണം, നിർബന്ധമായിട്ടും കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്ത് ഇനി ബാക്കി വരുന്നത് 2 വ്യക്തികളാണ് അല്ലേ, വെറും 2 വ്യക്തികൾ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കഥ കേൾക്കാം. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കഥയാണ്. അപ്പോൾ കഥ ഫുള്ള് കേൾക്കാം കേട്ടോ. ഒരു കച്ചവടക്കാരൻ അയാളുടെ മകനെ അക്കാലത്തെ ഏറ്റവും പ്രസിദ്ധനായ ജ്ഞാനിയുടെ അരികിലേക്ക് അയച്ചു. എന്തിനാണെന്നല്ലേ? സന്തോഷത്തിന്റെ രഹസ്യം എന്തെന്ന് അറിഞ്ഞു വരാൻ. ഏതാണ്ട് 40 നാളോളം അവൻ മരുഭൂമിയിൽ അലഞ്ഞ് ക്ഷീണിച്ച് നടന്ന് ഒടുവിൽ അച്ഛൻ പറഞ്ഞ ജ്ഞാനിയുടെ സ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായൊരു കൊട്ടാരം. അകത്ത് ചെന്നപ്പോഴോ അതിലും വലിയ വിസ്മയം. അവന്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസിയായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കും, പല തരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. ചിലർ മൂലകളിൽ കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നു. ഒരു ഭാഗത്ത് ചെറിയൊരു ഗാനമേള, അതിനും അപ്പുറത്ത് അതിസമൃദ്ധമായ ഒരു വിരുന്നുമേശ. വലിയ വലിയ തളികകളിൽ നിറച്ച് ആസ്വാദികരമായ പലതരം വിഭവങ്ങൾ വിളമ്പി വെച്ചിരിക്കുന്നു. ഓരോരുത്തരായി അരികിൽ വിളിച്ച് ജ്ഞാനി വിവരങ്ങൾ അന്വേഷിക്കുന്നു. ഏതാണ്ട് 2 മണിക്കൂർ കാക്കേണ്ടി വന്നു അവൻ്റെ തവണയാവാൻ. അവൻ തൻ്റെ വരവിൻ്റെ ഉദ്ദേശം ജ്ഞാനിയെ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ മറുപടി സന്തോഷത്തിൻ്റെ രഹസ്യം അറിയണം അല്ലേ, പക്ഷെ തൽക്കാലം അല്പം തിരക്കുണ്ട്. പോയി എൻ്റെ ഈ കൊട്ടാരമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരൂ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതി. ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അവൻ്റെ നേരെ നീട്ടി. അതിൽ 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. എന്തായാലും നടക്കല്ലേ, വെറുതെ നടക്കണ്ട, ഇതുകൂടെ കയ്യിലിരിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നടക്കുമ്പോൾ എണ്ണ തുളുമ്പി പോവാതെ സൂക്ഷിക്കണം. എന്താ പറഞ്ഞത്? നടക്കുമ്പോൾ എണ്ണ തുളുമ്പി പോവാതെ സൂക്ഷിക്കണം. കൊട്ടാരത്തിലെ എണ്ണമറ്റ കോണിപ്പടികൾ കയറിയും ഇറങ്ങിയും അവൻ 2 മണിക്കൂർ കഴിച്ചുകൂട്ടി. പക്ഷേ മനസ്സ് മുഴുവൻ ആ സ്പൂണിലായിരുന്നു. എണ്ണ തുളുമ്പി പോകാതിരിക്കണമല്ലോ. 2 മണിക്കൂറിന് ശേഷം അവൻ ജ്ഞാനിയുടെ മുറിയിലേക്ക് തിരിച്ചെത്തി. ഓ, നീ വന്നോ? അദ്ദേഹം അവൻ്റെ നേരെ തിരിഞ്ഞു. എല്ലാം നടന്നു കണ്ടില്ലേ? ഊൺമുറിയിലെ തിരശീലകൾ പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്യിച്ചു കൊണ്ടുവന്നവയാണ്. നമ്മുടെ ഉദ്യാനം എങ്ങനെ? തികച്ചും 10 വർഷമെടുത്തു അതീ മട്ടിലാക്കി തീർക്കാൻ. ഗ്രന്ഥപുരിയിൽ പോയില്ലേ? എത്ര മൃദുലവും മനോഹരവുമാണ് ഓരോ തൂകൽ താളുകളും. എന്ത് പറയണമെന്നറിയാതെ അവൻ പരുങ്ങി നിന്നു. വാസ്തവത്തിൽ ഈ പറഞ്ഞതൊന്നും തന്നെ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. മനസ്സ് മുഴുവൻ സ്പൂണിലെ എണ്ണയിലായിരുന്നു. അതെങ്ങാനും തുളുമ്പിപ്പോയാലോ? അവൻ വാസ്തവം തുറന്ന് പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. ആട്ടെ,
ഒന്നുകൂടെ പോയി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. ഇതാണ് എൻ്റെ ലോകം. തിരിഞ്ഞു നടക്കാൻ ഭാവിച്ച അവനെ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഒരാളെ വിശ്വസിക്കുന്നതിന് മുൻപ് അവൻ്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. എന്താ പറഞ്ഞത്? ഒരാളെ വിശ്വസിക്കുന്നതിന് മുൻപ് അവൻ്റെ ചുറ്റുപാടുകൾ ശരിയായി മനസ്സിലാക്കിയിരിക്കണം. അവന് സമാധാനമായി. വീണ്ടും അവൻ ജ്ഞാനിയുടെ കൊട്ടാരം നടന്നു കാണാൻ പുറപ്പെട്ടു. അപ്പോഴും കയ്യിലുണ്ടായിരുന്ന ആ സ്പൂണും 2 തുള്ളി എണ്ണയും. എന്നാലും ഒന്നും വിടാതെ എല്ലാം വിസ്തീകരിച്ച് തന്നെ അവൻ നോക്കിക്കണ്ടു. തട്ടിലും ചുമരിലും ഒക്കെയുള്ള കലാസൃഷ്ടികൾ, അതിസുന്ദരമായ ഉദ്യാനം, അതിനു ചുറ്റുമുള്ള മലനിരകൾ, എല്ലാ തരത്തിലും നിറത്തിലുമുള്ള പൂക്കൾ. എന്തുമാത്രം സൗന്ദര്യബോധത്തോടു കൂടിയാണ് ഈ തോട്ടം ഒരുക്കിയിരിക്കുന്നത്. ജ്ഞാനിയുടെ മുമ്പിൽ അവൻ പിന്നെയും ചെന്ന് നിന്നു. കണ്ട കാഴ്ചകളെല്ലാം വിശദമായി തന്നെ അദ്ദേഹത്തിന് പറഞ്ഞു കേൾപ്പിച്ചു. പക്ഷേ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച ആ 2 തുള്ളി എണ്ണ എവിടെ? ജ്ഞാനി ചോദിച്ചു. അപ്പോഴാണ് അവൻ കയ്യിൽ പിടിച്ചിരിക്കുന്ന സ്പൂണിലേക്ക് നോക്കിയത്. അത് തികച്ചും ശൂന്യം. നീ പഠിച്ചിരിക്കേണ്ട ഒരേ ഒരു പാഠമേ ഉള്ളൂ, ജ്ഞാനികളിൽ ജ്ഞാനിയായ ആ വൃദ്ധൻ പ്രൗഢഗംഭീരമായ സ്വരത്തിൽ പറഞ്ഞു. ഈ ലോകത്തിൻ്റെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. അപ്പോഴും കൈവശമുള്ള സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അത് തന്നെയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. ഒന്നുകൂടെ പറയാം, ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം ആസ്വദിച്ചോളൂ, പക്ഷേ അപ്പോഴും കൈകളുള്ള സ്പൂണും അതിലെ 2 തുള്ളി എണ്ണയും മനസ്സിലുണ്ടായിരിക്കണം. അത് തന്നെയാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഗെയിം, അതിൽ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന 2 ആൾക്കാരില്ലേ, അത് തന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ള ആ 2 തുള്ളി എണ്ണ. എന്തൊക്കെ നേടിയാലും, എന്തൊക്കെ ജീവിതത്തിൽ നേടിയാലും ആ ആൾക്കാരെ കളഞ്ഞിട്ട് നേടുന്ന നേട്ടത്തിന് ഒരർത്ഥവും ഉണ്ടാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ കഥ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക. ഈ കഥയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം, ഈ ഗെയിമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.